الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. സഹോദരന്മാരെ, മഹാനായ ഇമാം ഇബ്നുൽ ജൗസിയുടെ മകന് നൽകിയ സതുപദേശമായ ലഫ്തത്തുൽ കബീദ് ഫി നസീഹത്തിൽ വലദ് ഇല നസീഹത്തിൽ വലദ് എന്ന ഗ്രന്ഥമാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? ആറാം നൂറ്റാണ്ടിൽ, അതായത് 597 അദ്ദേഹം മരണപ്പെട്ടത്. 509 അദ്ദേഹം ജനിക്കുകയും 597 മരണപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ശേഷമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പിന്നീട് വരുന്നത്. ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥങ്ങളിൽ വളരെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, തഫ്സീർ ഗ്രന്ഥമാണ് സാദുൽ മസീർ. സാദുൽ മസീർ ഫി ഇൽമി തഫ്സീർ, അതായത് പണ്ഡിതന്മാരും തലബത്തുൽ ഇൽമുമൊക്കെ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തഫ്സീർ ഗ്രന്ഥം. സാദുൽ മസീറിൻ്റെ ഒരു പ്രത്യേകത, അതായത് ആയത്തുകളിലുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അദ്ദേഹം ക്രമപ്രകാരം, അതായത് 1, 2, 3 അക്കങ്ങൾ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രമീകരിച്ച ഒരു തഫ്സീർ ഗ്രന്ഥമാണ്. അതായത് ശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തിലുമുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥം ഉപയോഗപ്പെടുത്തുക. അതായത് ഈ ആയത്തിൽ 2 വ്യാഖ്യാനങ്ങളുണ്ട്, 3 വ്യാഖ്യാനങ്ങളുണ്ട്, അങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ ആയത്തും വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം മാവർദിയുടെ ഗ്രന്ഥം അതിന് മുമ്പുള്ള ഗ്രന്ഥമാണ് അന്നുകത്തു വൽ ഉയൂൻ എന്ന പേരിൽ അറിയപ്പെട്ട തഫ്സീർ ഗ്രന്ഥം. അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്. ചരിത്രത്തിൽ എഴുതിയ ഗ്രന്ഥമാണ് അൽ മുൻതദം ഫി താരീഖിൽ മുലൂക്കി വൽ ഉമം. ശേഷം വന്ന ഇബ്നു കസീർ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ഒരു റഫറൻസാണ് അൽ മുൻതദം എന്ന ഗ്രന്ഥം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലായുടെ കുടുംബം അവസാനിക്കുന്നത് ആരിലേക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളിൽ 4 മക്കൾ മരണപ്പെട്ടു. അവരിൽ 5 മക്കളിൽ പിന്നീട് ബാക്കിയായതാരാണ്? അദ്ദേഹത്തിൻ്റെ മകനായ അബുൽ ഖാസിം എന്ന മകനാണ്, ബദ്രുദ്ദീൻ അബുൽ ഖാസിം ഇബ്നുൽ ജൗസി. ബദ്രുദ്ദീൻ ഇബ്നുൽ ജൗസി അബുൽ ഖാസിം മരണപ്പെട്ടത് ഹിജ്റ 630 അദ്ദേഹം ഇൽമിൻ്റെ ആ ഒരു തരീഖിൽ നിന്ന് വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നാം ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ വേദനാജനകമായ ഒരു സംഗതിയാണ്, അതായത് ഇൽമിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായ പല ഗ്രന്ഥങ്ങളും പിതാവായ ഇബ്നുൽ ജൗസി എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മാർക്കറ്റിൽ അദ്ദേഹം തുച്ഛമായ വിലക്ക് വിറ്റു എന്ന ഒരു സംഗതി ചരിത്ര പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്ക് കണ്ടപ്പോഴാണ് നിർബന്ധമായും മകന് വേണ്ട രൂപത്തിൽ ഉപദേശം, അത് രേഖാമൂലം അവിടെ മകന് സമർപ്പിക്കണം എന്ന നിലക്കാണ് ഒരു റിസാല എഴുതുന്നത്. ഇനി നാം ഇവിടെ വായിക്കാൻ പോകുന്നത്, പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മകന് നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അഥവാ നീ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായും നീ പാലിക്കേണ്ട കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട, അവലംബിക്കേണ്ട കാര്യങ്ങളാണ് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം وأول ما ينبغي بسم الله الرحمن الرحيم وأول ما ينبغي النظر فيه معرفة الله تعالى بالدليل. ആദ്യം
നീ അറിഞ്ഞിരിക്കേണ്ട കാര്യം അഥവാ നിന്നിൽ ബാധകമായ നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്താണ്? അൻ നദറു ഫീഹി മഅരിഫത്തുല്ലാഹി തആല ബിദ്ദലീൽ, ദലീല് പ്രകാരം, തെളിവ് പ്രകാരം അള്ളാഹുവിനെ തിരിച്ചറിയുക. ഇബ്നുൽ ജൗസി ഇവിടെ ഉദ്ദേശിക്കുന്നത് തൗഹീദാണെങ്കിലും ഈ ഒരു ശൈലി യഥാർത്ഥത്തിൽ ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയൊരു ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ അശ്അരി അഖീദക്കാർ, മുതകല്ലിമുകൾ പറയുന്ന ഒരു കാര്യം അവ്വലു മാ യജിബു അലൽ അബ്ദി അൻ നദർ എന്നാണ്. അതായത് ബുദ്ധിപരമായ തെളിവുകളിൽ അൽ ഉസൂൽ അഖ്ലിയ എന്ന് പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിൽ നിർബന്ധമായും ഒരു സൃഷ്ടാവ്, ഒരു നിർമ്മാതാവ് ഉണ്ടായിരിക്കണം. ആ നിർമ്മാതാവിനെ, സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്ന കാര്യം പണ്ഡിതന്മാർ പറയുന്നു ഇത് ശരിയായ രീതിയല്ല. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്കറിയാം ബഹുദൈവ വിശ്വാസികളായ കുഫാറു മക്ക, സത്യനിഷേധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സൃഷ്ടാവാണെന്നും നിയന്താവാണെന്നും ഉപജീവൻ നൽകുന്നവനാണെന്നും ഒക്കെ അംഗീകരിച്ചിരുന്നു. ഇൽമുൽ കലാമിലെ കാര്യമായ അവരുടെ വലിയ തൗഹീദിൻ്റെ ചർച്ച യഥാർത്ഥത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒതുങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള അവർ ബുദ്ധിപരമായ, യുക്തിപരമായ പല ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് യുക്തിപരമായ പല തെളിവുകളും അവർ ഇൽമുൽ കലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിന്തിക്കലാണത്രേ ആദ്യത്തെ നിർബന്ധ ബാധ്യത. ഫത്ഹുൽ ബാരി, സഹീഹുൽ ബുഖാരിയിൽ അറിയപ്പെട്ട ഒരു വ്യാഖ്യാനമാണല്ലോ ഫത്ഹുൽ ബാരി. സഹീഹുൽ ബുഖാരിയുടെ അറിയപ്പെട്ട പ്രസിദ്ധമായ വ്യാഖ്യാനമാണ്. അതിൽ അവ്വലു വാജിബിൻ അലൽ അബ്ദ് എന്ന വിഷയത്തിൽ പല ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാരുടെയും ചർച്ച കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിർബന്ധ ബാധ്യത ഇങ്ങനെയുള്ള ബുദ്ധിപരമായ തെളിവുകളിൽ ചിന്തിക്കലാണ്. അതിനാണ് നവർ എന്ന് പറയും. സലഫ് പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹു ഉണ്ട് എന്ന യാഥാർത്ഥ്യം, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന ഈ യാഥാർത്ഥ്യം, അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജന്മന അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബോധനമാണ്. എന്ന് പറഞ്ഞാൽ മാ മിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അലൽ ഫിത്ര, ഫിത്രത്തിലാണ് ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്നത്. എന്താണ് ആ ഫിത്രത്ത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. നമ്മുടെ സലഫിൻ്റെ നിലപാട് പ്രകാരം ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദാണ്, ശുദ്ധ തൗഹീദ്. ശുദ്ധ തൗഹീദിലാണ് ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. പിന്നെ മാതാപിതാക്കളാണ് ആ ഫിത്രത്തിലുള്ള, ശുദ്ധ പ്രകൃതത്തിലുള്ള ആ കുട്ടിയെ പിന്നീട് ജൂതനാക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു, മജൂസിയാക്കി മാറ്റുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മഅരിഫത്തുല്ലാഹി മഫ്തൂറുൻ അലൈഹിൽ ഇൻസാൻ, അതായത് അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹു ഉണ്ട് എന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ സലഫിൻ്റെ നിലപാട് പ്രകാരം ഫിത്രത്ത് പറഞ്ഞ അർത്ഥം തൗഹീദ്, ഇസ്ലാം, വിശ്വാസം. എന്നാൽ ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇസ്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത എന്ന നിലക്കൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. മാത്രമല്ല ഒരു മനുഷ്യൻ അവൻ ജന്മന അവൻ
അള്ളാഹുവിനെ തിരിച്ചറിയാതെയാണ് അവൻ ജനിച്ചു വീഴുന്നത് എന്നൊക്കെ ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ കാര്യമായ ചർച്ചയായിട്ട് അവർ ഇൽമുൽ അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അഥവാ അവരുടെ ഭാഷയിൽ ഇൽമുൽ കലാമിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കാര്യമായ ചർച്ച ഈ റബ്ബിനെ സംബന്ധിച്ചുള്ള റുബൂബിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. റബ്ബിൻ്റെ വുജൂദ് ഉണ്മ സംബന്ധിച്ച്, അതേപോലെ തന്നെ റബ്ബാണ് നിർമ്മാതാവ്, സൃഷ്ടാവ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശേഷമായ സവിശേഷത പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അൽ ഖുദ്റത്തു അലൽ ഇഖ്തിറാ ആണ്. അതായത് ഒരു കാര്യം നിർമ്മിച്ചുണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ ഏറ്റവും സവിശേഷത അതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരൊരു ഷർത്ത് വെക്കാറുണ്ട്. എന്താണറിയോ? അള്ളാഹു ഖാലിഖാണ് എന്ന് വിശ്വാസമുണ്ടോ അതോടെ ശിർക്ക് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരായ മഹാന്മാർ, മരിച്ചുപോയ അമ്പിയാക്കളോ സാലിഹീങ്ങളോ ഔലിയാക്കളോ അവർ ഖാലിഖീങ്ങളാണെന്ന് വിശ്വാസമില്ലല്ലോ, അവിടെ ശിർക്ക് സംഭവിക്കുന്നില്ല. ഖൽഖ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന വിശ്വാസം വരുമ്പോഴാണ് ശിർക്ക് ഉടലെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പിഴച്ചു പോയ ഇൽമുൽ കലാമിലൂടെ ഉണ്ടാകുന്ന വാദങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ബാഹ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഖാലിഖ് അള്ളാഹ് മാത്രമാണല്ലോ, വിശ്വാസം അവർക്കുണ്ടല്ലോ, പിന്നെ എങ്ങനെ ശിർക്ക് സംഭവിക്കുക? അപ്പോൾ ഈ വഴി തെറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം ഇതേ വിശ്വാസം ആർക്കില്ലായിരുന്നു? മുശ്രിക്കുകൾക്ക്. അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ആരാധ്യന്മാരാണ് ഖാലിഖീങ്ങൾ എന്ന വിശ്വാസം അവർക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവരുടെ ആ ഇസ്തിഗാസയാകട്ടെ, അവരുടെ സഹായത്തേട്ടമാകട്ടെ, അതൊക്കെ ഷിർക്കാണ്, കൊടിയ ഷിർക്കാണ്, കുഫ്രാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു മുലാഹബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ നിർബന്ധ ബാധ്യത. ഇതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദൻബിക്. അതേപോലെ മുആദ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചപ്പോൾ ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ് ഫലിയകുൻ അവ്വല മാ തദ്ഊഹും സഹീഹുൽ ബുഖാരി ഇലാ അൻ യുവഹിദുല്ലാഹ്. അല്ലാഹുവിനെ മാത്രം ഏകനാക്കി ആരാധിക്കുക. വേറെ റിവായത്തിൽ സഹീഹ് ബുഖാരിയിൽ ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇബാദത്തുല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നതിനേക്കാണ് താങ്കൾ ആദ്യമായി ക്ഷണിക്കേണ്ടത്. അള്ളാഹുവിനെ ഖാലിഖാണെന്ന് പ്രഖ്യാപിക്കുക, തിരിച്ചറിയുക, അതിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത് എന്നല്ല പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീടുള്ള നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, അവിടെയൊക്കെ ഇത് അറഫുള്ള. അങ്ങനെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് സമർപ്പിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അവർ ഫഇദാ അറഫുള്ള, അങ്ങനെ അവർ അള്ളാഹുവിനെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഅലിംഹും, താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. അന്നല്ലാഹ അഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫി യൗമിഹിം വലൈലതിഹിം, 5 വഖ്ത് നമസ്കാരങ്ങൾ. അതിനുശേഷം അവർക്ക് സക്കാത്ത് നിർബന്ധമാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ ധനികരിൽ നിന്ന് എടുക്കപ്പെടുകയും ദരിദ്രരിലേക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന സമ്പത്ത്, അതാണ് നിർബന്ധമായ സക്കാത്ത്. ഇതൊക്കെ എന്താണ്? ഇതിന് ശേഷമാണ്, തൗഹീദിന് ശേഷം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇൽമുൽ കലാമിൻ്റെ ആ റൂട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അതായത് ഇത്രക്കും ഈ ഇൽമുൽ കലാമിൻ്റെ അഖീദയിൽ കെട്ടിമറഞ്ഞിട്ടും അതിൻ്റെ എല്ലാ നൂലാമാലകളിൽ ശരിക്കും ഒഴുകിയിട്ടും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടും പലപ്പോഴും ഇസ്തിഗാസ പോലെയുള്ള ശിർക്കിയായ കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ നിലപാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ മുതക്കല്ലിമുകളെ വിമർശിക്കുമ്പോൾ കാര്യമായി പറഞ്ഞൊരു വിമർശനമാണിത്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മുടെ പൂർവികരായ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവർ പ്രബോധന മേഖലയിൽ ഏത് വിഷയത്തിനാണോ മുൻതൂക്കം നൽകിയത് ആ ഒരു കാര്യത്തിനല്ല ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനത്തിൽ തന്നെ എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. തെറ്റായ വഴിയിലൂടെയാണ് ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാർ സഞ്ചരിക്കുന്നത്. അതുമാത്രമാണോ? ഇപ്പം നമ്മുടെയൊക്കെ ഈ അഖീദൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഏത് സാധാരണക്കാർക്കും കിതാബു തൗഹീദ് അല്ല അഖീദൽ വാസിത്തിയ ഒക്കെ
പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പരിശ്രമിച്ചാൽ. ഇൽമുൽ കലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ആ ഫിലോസഫി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയത് ദഹിക്കുള്ളൂ. അത്രക്കും കടുപ്പത്തിലുള്ള ഗ്രന്ഥങ്ങളാണ്. ഇർഹമുക്കല്ലാഹ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഈ ഹക്ക് കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് പല മുത്തക്കല്ലിമുകളും മനസ്സിലാക്കി. ഇത്രയും ചർച്ചകളും കാര്യങ്ങളും അതേപോലെ തന്നെ മറുപടികളും ലോജിക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹക്കായ പാതയിലല്ലല്ലോ എന്നൊരു ബോധ്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ പല പണ്ഡിതന്മാരും ഇൽമുൽ കലാമിൽ നിന്ന് വിരമിച്ച് യഥാർത്ഥ സലഫിൻ്റെ അഖീദയിലേക്ക് മാറി എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ, അതേപോലെ തന്നെ അബുൽ മആലിൽ ജുവൈനി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇൽമുൽ കലാമിൻ്റെ വഴി തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അവിടെ അവസാന കാലഘട്ടങ്ങളിൽ. അതൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ അവ്വലു മാ യംബഗി അൻ നദറു ഫീഹി മഅരിഫത്തുല്ലാഹി തആല ബിദ്ദലീൽ, ദലീൽ പ്രകാരം അള്ളാഹുവിനെ തിരിച്ചറിയുക. പലപ്പോഴും ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ ഈ ദലീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖുർആനിക ആയത്തുകളും അതേപോലെ തന്നെ സഹീഹായ ഹദീസുകളും ആയിരിക്കില്ല. അവർ ചിട്ടപ്പെടുത്തിയ ബുദ്ധിപരമായ തെളിവുകളുണ്ട്. അതിനാണ് അൽ ഉസൂലുൽ അഖ്ലിയ എന്ന് പറയും. അപ്പോൾ അതിന് സൂചന ഇവിടെ പറയുന്നുണ്ട്. വമഅലൂമുൻ അന്ന മൻ റഅ അസ്സമാഅ മർഫൂഅ വൽ അർദ മൗദൂഅ വശാഹദ അൽ അബ്നിയത അൽ മുഹ്കമ ഖുസൂസൻ ജസദ നഫ്സിഹി അലിമ അന്നഹു ലാ ബുദ്ദ ഹീനഇദിൻ ലിസ്സൻഅതി മിൻ സാനി' വലിൽ മബ്നി മിൻ ബാനിൻ. അപ്പോൾ എന്താ അർത്ഥം? അതായത് ആകാശം, ഉയർത്തപ്പെട്ട ആകാശത്തെ വല്ലവനും കണ്ടു കഴിഞ്ഞാൽ, വൽ അർദ മൗദൂഅ, അതായത് വിശാലമായി പരത്തപ്പെട്ട ഭൂമിയെ കണ്ടു കഴിഞ്ഞാൽ, വശാഹദൽ അബ്നിയൽ മുഹ്കമ, ഭദ്രമായ കെട്ടിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവൻ്റെ സ്വന്തം ശരീരത്തെ കണ്ടു കഴിഞ്ഞാൽ, അലിമ, അവന് ബോധ്യപ്പെടുന്നു അല്ലാ ബുദ്ദ ഹീനഇദിൻ ലിസ്സൻഅതി മിൻ സാനി', ഏതൊരു നിർമ്മാണത്തിന് നിർബന്ധമായിട്ടും നിർമ്മാതാവ് ഉണ്ടായിരിക്കണം എന്ന് ബോധ്യപ്പെടും. വലിൽ മബ്നി മിൻ ബാനിൻ, ഏതൊരു കെട്ടിടത്തിനും ഏതൊരു ശരീരത്തിനും ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം അവന് ബോധ്യപ്പെടുമെന്ന്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് അള്ളാഹുവിനെ കണ്ടെത്തുക, തിരിച്ചറിയുക എന്ന കാര്യമാണെങ്കിലും അത് ഇൽമുൽ കലാമിൻ്റെ ശൈലിയായി പോയി എന്ന ഒരു നിരൂപണമാണ് ഇവിടെ നാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ തിരുത്തേണ്ടത് എങ്ങനെയാണ്? അതായത് ആദ്യം താങ്കൾ അറിഞ്ഞിരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത് ഖൗലു കൊണ്ടും അമലു കൊണ്ടും വിശ്വാസം കൊണ്ടൊക്കെ പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക. അതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ നിർബന്ധ ബാധ്യത. ثم يتأمل دليل صدق الرسول صلى الله عليه وسلم إليه وأكبر الدلائل القرآن الذي أعجز الخلق أن يأتوا بسورة بمثله. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു പ്രവാചകത്വത്തിൻ്റെ റിസാലത്തിൻ്റെ സത്യസന്ധത സംബന്ധിച്ച് ചിന്തിക്കുക, അതിൻ്റെ ദലീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുക, ചിന്തിക്കുക. അതിൽ ഏറ്റവും വലിയ പ്രവാചകൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു വിശുദ്ധ ഖുർആൻ, മുഅജ്ജത്തായ വിശുദ്ധ ഖുർആൻ. അല്ലദീ അഅജസൽ ഖൽഖ അൻ യഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിലൊരു സൂറത്ത് കൊണ്ട് തന്നെ വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിരിക്കുന്നു. അവർ അശക്തരായി മാറി. ഫഇദാ സബത ഇൻദഹു വുജൂദുൽ ഖാലിഖി വസിദ്ഖുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ഖാലിഖിൻ്റെ വുജൂദ് അവന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സിദ്ഖും ഒക്കെ അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, വജബ തസ്ലീമു ഇനാനിഹി ഇല ശർഅ് എന്ന് പറഞ്ഞാൽ ശർഇൻ്റെ അടിസ്ഥാനത്തിൽ അവന് അതിൻ്റെ കടിഞ്ഞാൺ അവൻ ഏൽപ്പിച്ചു കൊള്ളണം. ശർഇൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കൊള്ളണം. ഫമതാ ലം യഫ്അൽ ദല്ല അലാ ഖലലിൻ ഫി ഇഅ്തിഖാദിഹി, അപ്രകാരം അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവൻ്റെ വിശ്വാസത്തിലുള്ള വീഴ്ചയാകുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കുകൾ അനുസരിച്ച് നീ നിർബന്ധമായും അനുസരിച്ചു കൊള്ളണം, അതിനനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. കാരണം അതിൽ നിന്ന് വഴിമാറിയ ഒരു അവസ്ഥയാണ് ഇബ്നുൽ ജൗസിയായ പിതാവായ ഇബ്നുൽ ജൗസി കണ്ടത്. അപ്പം മകന് നൽകുന്ന ഉപദേശമാകുന്നു.
അതിനുശേഷം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ തൗഹീദിന് ശേഷം നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാകുന്നു പിന്നീട് സൂചിപ്പിക്കുന്നത്. യജിബു അലൈഹി അൻ യഅരിഫ മാ യജിബു അലൈഹി മിനൽ വുദൂഇ വസ്സലാത്തി വസ്സകാത്തി ഇൻ കാന ലഹു മാലുൻ വൽ ഹജ്ജ് വഗൈരി ദാലിക മിനൽ വാജിബാത്തി ഫഇദാ അറഫ ഖദ്റൽ വാജിബി ഖാമ ബിഹി. നാം പറഞ്ഞല്ലോ, അതായത് തൗഹീദ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല. നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയ വിഷയങ്ങൾ. അപ്പോൾ വുദു, ശുദ്ധി, അതേപോലെ തന്നെ നമസ്കാരം, സക്കാത്ത്, അവന് സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജ്, അങ്ങനെയുള്ള വാജിബാത്തായ നിർബന്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും വീഴ്ച വരാൻ പാടില്ല. അതൊക്കെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു. فينبغي لذي الهمة أن يترقى إلى الفضائل فيتشاغل بحفظ القرآن وتفسيره. പഠനത്തിൻ്റെ വിഷയത്തിൽ ഇബ്നുൽ ജൗസി നൽകുന്ന ഉപദേശമാണിത്. അതായത് വാജിബാത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തതിന് ശേഷം അവൻ ഇൽമിൻ്റെ പാതയിൽ ആരംഭിക്കേണ്ടതാണ്. അപ്പം ഇൽമ് നാം തേടുമ്പോൾ, സമ്പാദിക്കുമ്പോൾ നാം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്താണ്? വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക, അത് നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക. ഓ തഫ്സീരിഹി. അപ്പോൾ അതിനു മുമ്പ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പ്രാധാന്യം കൊടുത്തൊരു വിഷയമാണ് ഈമാനിൻ്റെ വിഷയം. അത് സഹാബികളുടെ മനഹജാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കുന്നാ നുഅ്തൽ ഈമാന ഖബ്ലൽ ഖുർആൻ. അപ്പോൾ ഖുർആന് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് എന്താകുന്നു? ഈമാനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അത് മനഃപ്പാഠമാക്കുവാനും വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുവാനും ഒക്കെ ചിന്തിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ തർബീയത്ത് പരമായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ മക്കൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് ഈമാൻ. എന്നാൽ ഇവിടെ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും ഹിഫ്ദുൽ ഖുർആന് പ്രാധാന്യം നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിനുള്ള ഒരു ചുറ്റുപാട്, ആ ഈമാനിയായ തർബീയത്ത് മക്കൾക്ക് നൽകേണ്ടതാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പ്രത്യേകം ഇവിടെ ഈ ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ച കാര്യവും അത് തന്നെയാണ്. നമ്മുടെ സഹാബികളുടെയും മൻഹജ് അപ്രകാരമാകുന്നു. അതേപോലെ സഹോദരന്മാരെ, ഇബ്നുൽ ജൗസി പറയുന്നു വ തഫ്സീരിഹി, ശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവും പഠിക്കേണ്ടതുണ്ട്. അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വലിയ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. കാരണം ഏതൊരു ഹർഫ് ഓതിയാലും അതിന് 10 ഹസനത്താകുന്നു, വമ്പിച്ച പ്രതിഫലമാകുന്നു. പക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലിയദ്ദബ്ബറു, അതിൽ ചിന്തിക്കുവാൻ വേണ്ടി, അത് മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി, ആലോചിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ തദബ്ബുർ എന്ന ഈ ലക്ഷ്യം നാം മറക്കാൻ പാടില്ല. അപ്പം അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ത്? തഫ്സീർ. അപ്പോൾ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, തഫ്സീറിലേക്കും തഫ്സീർ പഠിക്കുവാനും ഫിഖ് പഠിക്കുവാനും നീ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല മകനെ, ഞാൻ തന്നെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പിതാവായ പണ്ഡിതനായ ഇബ്നുൽ ജൗസി പറയാണ്. സാദുൽ മസീറുണ്ട്. അതേപോലെ തന്നെ ഫിഖിൻ്റെ വിഷയത്തിൽ അദ്ദേഹം അൽ മുദ്ഹബു ഫിൽ മദ്ഹബ്, അതേപോലെ തന്നെ അൽ ഇൻതിസാറു ഫിൽ ഖിലാഫിയാത്ത്, ഇങ്ങനെ ഫിഖിൻ്റെ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിലും അതേപോലെ വാഅദിൽ, അദ്ദേഹം വലിയ വാഇദാണല്ലോ. ഇബ്നുൽ ജൗസി എത്രയോ വാഅദിൻ്റെ ഗ്രന്ഥങ്ങൾ പച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അൽ മുദ്ഹിഷ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാഅദ് പരമ്പരകളുടെ ക്രോഡീകരണമാകുന്നു. സഹോദരന്മാരെ, ഇവിടെ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പഠന വിഷയത്തിൽ സൂചിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് ഇവിടെ ഇപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വബി ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിനെ സംബന്ധിച്ചും താങ്കൾ നീ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ ഹദീസിൻ്റെ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ വിശാലമായൊരു ഗ്രന്ഥമാണ്, ആയിരക്കണക്കിന് ഹദീസുകളുടെ ഒരു ക്രോഡീകരണമാണ് ജാമിഉൽ മസാനീദ്. അത് ഇപ്പോഴും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ വാള്യങ്ങളിൽ. ഇബ്നുൽ ജൗസിയുടെ ജാമിഉൽ മസാനീദ്. വബിമഅരിഫതി സീറതിഹി വസീരി അസ്ഹാബിഹി വലുലമാഇ ബഅദഹും, അതേപോലെ നീ പഠിക്കേണ്ട വിഷയമാണ്, ഒരു മേഖലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത്, ചരിത്രം, സഹാബിമാരുടെ ചരിത്രം, അതേപോലെ ശേഷം വന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ചരിത്രം.
അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് ഈ ദീൻ അവർ ഉൾക്കൊണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, എത്രയോ ഫിഖിൻ്റെ മസലകളെക്കാളും എനിക്കിഷ്ടം പൂർവികരായ മഹത്തുക്കളായ പൂർവ്വസൂരികളുടെ ചരിത്രമാകുന്നു. കാരണം അതിലെന്തുണ്ട്? നമുക്ക് മാതൃകയുണ്ട്, പല ഗുണപാഠങ്ങളും ഉൾക്കൊള്ളാനുണ്ട്. അപ്പം അതിൽ നമ്മുടെ സഹോദരന്മാർ, പണ്ഡിതന്മാരാകട്ടെ, പ്രബോധകരാകട്ടെ, നമ്മുടെ പൂർവികരായ സലഫിൻ്റെ ചരിത്രം ആവർത്തിച്ച് നാം വായിക്കേണ്ടതാണ്. അതിൽ അറബി അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തേണ്ട പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല. വളരെ മനോഹരമായി നമ്മുടെ പൂർവികരായ സഹാബികളുടെ, താബിഈങ്ങളുടെ, അത്ബാഉ താബിഈങ്ങളുടെ ചരിത്രമൊക്കെ വിശ്വാസ യോഗ്യമായ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രക്കും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സിയറു അഅ്ലാമിൻ നുബല, മഹാനായ ഇമാം ശംസുദ്ദീൻ അദ്ദഹബിയുടെ ഗ്രന്ഥം. അതേപോലത്തെ ഇമാം ഇബ്നുൽ ജൗസിക്ക് ഗ്രന്ഥമുണ്ട് സിഫത്തു സഫ്വ, അതായത് സഹാബിമാരായ താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ പോലെയുള്ള മഹാന്മാരുടെ ചരിത്ര ഗ്രന്ഥമായ സിഫത്തു അസ്സഫ്വ എന്ന ഗ്രന്ഥം. ലിയതഖയ്യറ മർത്തബത്തൽ അഅ്ലാ ഫൽ അഅ്ലാ, അതായത് ഉന്നതമായ മർത്തബകളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി, അതൊക്കെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് നമ്മുടെ പൂർവികരായ സലഫിൻ്റെ ചരിത്രം പഠിക്കുക എന്നത്. വലാ ബുദ്ദ മിൻ മഅരിഫതി മാ യുഖീമു ബിഹി ലിസാനഹു മിനൻ നഹ്വ്, അതോടൊപ്പം തന്നെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു, ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പ്രധാനപ്പെട്ട വ്യാകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ തുല്ലാബുൽ ഇൽമി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നഹ്വിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിച്ചിരിക്കണം. വിശുദ്ധ ഖുർആൻ അറബിയാണ്, ഹദീസുകളൊക്കെ അറബി ഭാഷയിലാണ്. വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ നഹ്വിൻ്റെ അടിസ്ഥാനങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ അറബി ഭാഷ പഠിപ്പിക്കുന്ന പല ദർസുകളും ഒക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദർസുകളൊക്കെ അത്യാവശ്യമാണ്. കാരണം മറ്റത് ശ്രോതാക്കൾ എപ്പോഴും ശ്രോതാക്കളായി അവശേഷിക്കും. അപ്പം ഈ ശ്രോതാക്കൾ തന്നെ പഠിച്ച് അറബി ഭാഷയിലൂടെ, അതേപോലെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ ഉന്നതമായ മർത്തബയിലേക്ക് എത്തിപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഇൽമ് കരസ്ഥമാക്കി കൂടുതൽ വലിയ വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നഹ്വ് എന്ന് പറയുന്ന അർത്ഥം അറബി വ്യാകരണം. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അതാണ് വലാ ബുദ്ദ മിൻ മഅരിഫതി മാ യുഖീമു ബിഹി ലിസാനഹു മിനൻ നഹ്വ് വ മഅരിഫതി തറഫിൻ മുസ്തഅമലിൻ മിനൽ ലുഗ, അതായത് ഭാഷാ പ്രയോഗങ്ങൾ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അറബി ഭാഷകൾ എങ്ങനെയാണ് പ്രയോഗിച്ചത്, വാക്കുകൾ, പ്രയോഗങ്ങൾ, അപ്പോൾ അതിനൊക്കെ എന്താണ് അറബിക്ക് ലിറ്ററേച്ചർ, അതായത് അൽ അദബുൽ അറബി സംബന്ധമായ ഗ്രന്ഥങ്ങളൊക്കെ നാം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അറബി ഭാഷയിലെ ഭാഷാലങ്കാര ശാസ്ത്രമാകുന്നു അൽ ബലാഗ. അപ്പം അതിൻ്റെ തുടക്കത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക, അതിന് ഏറ്റവും കുറഞ്ഞ നിലവാരം. എന്നിട്ട് പറയുന്നുണ്ട് വൽ ഫിഖ്ഹു അസ്ലുൽ ഉലൂം, അതായത് ശാസ്ത്രങ്ങളിൽ വെച്ച് അടിസ്ഥാനപരമായ ഒരു ശാസ്ത്രമാകുന്നു അൽ ഫിഖ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുമായി മേഖലകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ശാസ്ത്രമാകുന്നു, ഇൽമാകുന്നു കർമ്മശാസ്ത്രം. അപ്പോൾ കർമ്മശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഇൽമാകുന്നു എന്ന് ഇബ്നുൽ ജൗസി നൽകിയ ഉപദേശമാകുന്നു. തദ്കീറു ഹൽവാഉഹ, അതായത് ശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ മധുരം എന്താണ്? വഅദാകുന്നു, ഉത്ബോധനമാകുന്നു. വഅമ്മുഹ നഫ്അൻ, ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ, വിശാലമായ ഉപകാരപ്രദമായ ഒരു മേഖലയാകുന്നു തദ്കീർ, ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശവും ഉത്ബോധനവും. وقد رتبت في هذه المذكورات من التصانيف ما يغني عن كل ما سبق من تصانيف القدماء وغيرها بحمد الله ومنه. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇബ്നുൽ ജൗസി പറയാണ്, ഈ പറഞ്ഞ വിഷയങ്ങളിൽ, ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിലൊക്കെ ഞാൻ മുമ്പുള്ള മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന്
ഗ്രന്ഥങ്ങളിലേക്ക് പോകാതെ തന്നെ ഞാൻ തന്നെ ഈ വിഷയത്തിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് ഇബ്നുൽ ജൗസി പറയാണ്. അതുകൊണ്ട് കിതാബുകൾ അന്വേഷിച്ചുകൊണ്ട് നീ പ്രയാസപ്പെടരുത്, ഞാൻ തന്നെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന്. മകൻ എന്ത് ചെയ്തു? ഖേദകരെന്ന് പറയട്ടെ, അബുൽ ഖാസിം എന്ന മകൻ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അത് വ്യത്യസ്ത കോപ്പികൾ എഴുതിയെടുക്കുകയും പല കോപ്പികളും അദ്ദേഹം വിറ്റു കാശാക്കി എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും ഇബ്നുൽ ജൗസിയുടെ ജീവിത കാലഘട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ വേദനാകരമായ ഒരു കാര്യമായിരുന്നു, ഒരു സംഭവമായിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ നൽകുന്ന ഉപദേശം, فأغنيتك عن تطلب الكتب وجمع الهمم للتصنيف. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ നിനക്ക് ഞാൻ ഈ കാര്യത്തിൽ കൂടുതൽ പ്രയാസപ്പെടാതെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നീ പ്രയാസപ്പെടരുത്. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കേണ്ട ആവശ്യവുമില്ല. കാരണം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വിഷയത്തിലും വിശാലമായ ഗ്രന്ഥങ്ങൾ ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അത് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ സാദുൽ മസീറിൻ്റെ മുന്നേയുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഓരോ ആയത്തിനും വന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താരിഖു അൽ ഉമമി വൽ മുലൂക്ക് അല്ലെങ്കിൽ അൽ മുൻതബം എന്ന ചരിത്ര ഗ്രന്ഥം, അതിനു മുമ്പ് അനേകം പണ്ഡിതന്മാർ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇമാം തബരിയുടെ താരിഖു അൽ ഉമമി അല്ലെങ്കിൽ അർ-റുസുലി വൽ മുലൂക്ക് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അൽ മുൻതബം എന്ന ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം നിനക്ക് വേണ്ട, ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ സുലഭമാണ്. എന്നിട്ട് പറയുകയാണ്, വമാ തഖിഫു ഹിമ്മത്തുൻ ഇല്ലാ ലി ഖസാസതിഹാ വഇല്ലാ ഫമത അലതിൽ ഹിമ്മതു ഫലാ തഖ്ന ബിദ്ദൂൻ. അതായത് ഒരു ആവേശവും നിന്നു പോകുന്നില്ല. അതായത് ഇല്ലാ ലി ഖസാസതിഹാ, അതായത് ഹിമ്മത്തില്ലായ്മയാണ്. അതല്ലാതെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ മാത്രമാണ് ഹിമ്മത്ത് നിൽക്കുന്നത്. എന്നാൽ ഉയർന്ന ആവേശകരമായ ഹിമ്മത്തുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും, അതായത് ഫലാ തഖ്ന ബിദ്ദൂൻ, താണ അവസ്ഥയെ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്ന്. വഖദ് അറഫ്തു ബിദ്ദലീലി അന്നൽ ഹിമ്മത മൗലൂദത്തു മഅൽ ആദമി. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ച ഒരു സവിശേഷതയാണ് എന്താണ്? ഹിമ്മത്ത്. അതായത് ഉന്നതകളിലേക്ക്, ഉയർച്ചകളിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹവും താല്പര്യവും ആവേശവും, അതാണ് ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ. അതൊരു മനുഷ്യൻ്റെ ജന്മന അല്ലാഹു സുബ്ഹാനഹു വതആല നിക്ഷേപിച്ചൊരു കാര്യമാകുന്നു. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുന്ന പല ചുറ്റുപാടുകളുമുണ്ട്. അപ്പം അതിൽ നീ ഏർപ്പെടാൻ പാടില്ല. വഇന്നമാ തഖ്സുറു ബഅദുൽ ഹിമമി ഫി ബഅദിൽ ഔഖാത്ത്, ചില അവസ്ഥകളിലൊക്കെ സന്ദർഭങ്ങളിലൊക്കെ ഈ ഹിമ്മത്ത് കുറഞ്ഞു പോകും. ഫഇദാ ഹുസ്സത് സാറത്ത്, എന്നാൽ അവന് പ്രേരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ആവേശം ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഉപദേശം നൽകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും മുന്നോട്ട് നടന്നു പോകും. ومتى رأيت في نفسك عجزا فسل المنعم أو كسلا فالجأ إلى الموفق. എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് തനിക്കൊരു കരുത്തില്ലായ്മ അല്ലെങ്കിൽ അലസത തോന്നിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു നൽകിയ റബ്ബിനോട് ചോദിക്കുക. ഫൽജ ഇലൽ മുവഫിഖ്, തൗഫീഖ് നൽകുന്നവനായ റബ്ബിലേക്ക് നീ അഭയം പ്രാപിക്കുക. ഫലൻ തനാല ഖൈറൻ ഇല്ലാ ബിതാഅതി, അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ലാതെ നിനക്കൊരു ഖൈറും ലഭിക്കുകയില്ല. വലാ യഫൂതുക ഖൈറുൻ ഇല്ലാ ബിമഅസിയതി, അല്ലാഹു ധിക്കരിച്ചിട്ടല്ലാതെ ഒരു ഖൈറും നിന്നിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. ഫമനില്ലദീ അഖ്ബല അലൈഹി ഫലം യരിദ് കുല്ല മുറാദ് വമനില്ലദീ അഅറദ അൻഹു ഫമദാ ബിഫായിദ. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മുന്നേറിയ ഏത് മനുഷ്യനാണ് അവന് ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാതെ പോയത്? അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ആരാണ് പിന്തിരിഞ്ഞ് കളയുന്നത്? അങ്ങനെ അവനൊരു ഫായിദ ലഭിച്ചത് ഒരിക്കലുമില്ല. ഔ ഹദിയ ബിഗറദി മിൻ അഗ്റാദിഹി, അവന് വല്ല നേട്ടമുണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞ വ്യക്തിക്ക് ഒരു നേട്ടവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഒരു കവി
പാടിയ രണ്ട് വരികളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. വല്ലാഹി മാ ജിഅ്തുകും സായിറൻ ഇല്ലാ വജദ്തുൽ അർള തുത്വാലി. അതായത് ഞാൻ സന്ദർശകനായി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ എപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടോ റബ്ബേ, അപ്പോഴൊക്കെ ഭൂമി എനിക്ക് വേണ്ടി മടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാക്കപ്പെട്ടിട്ടുണ്ട്. വലാ സനൈതുൽ അസ്മ അൻ ബാബിക്കും ഇല്ലാ തഅസ്സർതു ബിഅദിയാലി. അതായത് നിന്റെ കവാടത്തിൽ നിന്ന് ഞാൻ എപ്പോഴൊക്കെയാണോ ഞാൻ പിന്തിരിഞ്ഞു കളയുന്നത് അപ്പോഴൊക്കെ ഞാൻ വഴുതിപ്പോയിട്ടുണ്ട് എന്ന കവി പാടിയ ആ ഒരു കവിതയാണ് ഇവിടെ സാന്ദർഭികമായി ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് ഉപദേശത്തിൽ നൽകിയത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മുടെ വിശ്വാസ സംബന്ധമായ കർമ്മ സംബന്ധമായ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട പല ഉപദേശങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളാണ് നാം ഇവിടെ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഉദാഹരണ സഹിതം ഇവിടെ പഠിച്ച് മനസ്സിലാക്കിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ അവരുടെ ആ ഒരു ചിന്തയുടെ ഉപദേശത്തിൻ്റെയൊക്കെ നിലവാരം എത്രത്തോളം ഉയർന്ന നിലവാരമായിരുന്നു, എത്രമാത്രം ആത്മാർത്ഥമായ ഉപദേശങ്ങളാണ് അവർ മക്കൾക്ക് നൽകിയത് എന്നിങ്ങനെ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ നഫ്ഉ ഉപകാരം നാം അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലാണ് തൗഫീഖ്. ഇങ്ങനെ ശരിക്ക് തൗഹീദ് അധിഷ്ഠിതമായ ഉപദേശങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഉപദേശങ്ങളുടെ ഇനങ്ങളാണ് നാം ഇതിലൂടെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർണ്ണഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നാം പൂർത്തീകരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നസീഹത്തുകൾ നാം ഉപയോഗപ്പെടുത്തുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അല നബീന വറസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.